ഇത് പ്രസ്റ്റീജിൻ്റെ ചപ്പാത്തി മേക്കർ, റൊട്ടി മേക്കർ, പ്രസ്റ്റീജിൻ്റെ റൊട്ടി മേക്കറാണ്. നമ്മുടെ PRM5 എന്ന് പറഞ്ഞ പ്രസ്റ്റീജിൻ്റെ റൊട്ടി മേക്കറിൻ്റെ മോഡലാണ്. എല്ലാവരും റൊട്ടി മേക്കർ ഉണ്ടാക്കുമ്പോൾ ശരിയാവുന്നില്ല, ചപ്പാത്തി മാവ് ഉണ്ടാക്കുമ്പോൾ ശരിയാവുന്നില്ല, റൊട്ടി മേക്കർ ശരിയല്ല എന്ന് പലരും പറയാറുണ്ട്. അതിനുവേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നതാണ്. നമ്മൾ പ്രസ്റ്റീജിൻ്റെ കഞ്ഞിക്കുഴി സ്റ്റോറി, കോട്ടയം കഞ്ഞിക്കുഴി സ്റ്റോറിൽ ചെയ്യുന്നതാണ്. ഇത് നമുക്കൊരു ഡെമോ പീസ് വന്നതാണ്. ഡെമോ പീസ് നമ്മൾ ചെയ്യുന്നതാണ്. ഇതിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഞങ്ങൾ ആശീർവാദിൻ്റെ ആട്ടയിലാണ് ഇതിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ സ്റ്റിക്കി അല്ല കയ്യിൽ, പക്ഷെ നല്ല സോഫ്റ്റ് ഫ്ലഫി ആയിട്ട് കിട്ടുന്ന മാവിൻ്റെ കൺസിസ്റ്റൻസി ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത്. തീർച്ചയായിട്ടും നമുക്ക് മേടിക്കുന്ന കസ്റ്റമേഴ്സിന് നമുക്കത് അഡ്വൈസ് ചെയ്യാനും പറ്റും. എൻ്റെ ക്വാണ്ടിറ്റി കാര്യങ്ങളെല്ലാം ഈ കണ്ടീഷനിലാണ് നമുക്ക് ആട്ടമാവ് വേണ്ടിയത്. നല്ല സോഫ്റ്റായിട്ട് എന്നാൽ സ്റ്റിക്കി അല്ലാത്ത രീതിയിൽ ഉള്ള ഒരു ആട്ടയുടെ കൺസിസ്റ്റൻസിയാണ്. ഈ രീതിയിൽ എടുത്താൽ മാത്രമേ നമുക്ക് ചപ്പാത്തി റൊട്ടി മേക്കറിൽ കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. റൊട്ടി മേക്കറിൽ ഉണ്ടാക്കുമ്പം റൊട്ടിയിൽ ചെയ്യുന്ന രീതിക്ക് കൊണ്ട് മാവിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ട്. രണ്ട് കാര്യത്തിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും റൊട്ടി മേക്കറിൽ ഉണ്ടാക്കിയാൽ അത് കറക്റ്റ് ഷേപ്പിൽ വരത്തില്ല, ഭയങ്കര കട്ടിയായിട്ടിരിക്കും. അപ്പോൾ ഈ കൺസിസ്റ്റൻസി കിട്ടിയാൽ മാത്രമേ നമുക്ക് റൊട്ടി മേക്കറിൽ ഉണ്ടാക്കിയാൽ അത് ശരിയാവത്തുള്ളൂ. ഇതൊരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം റൊട്ടി മേക്കറിൽ ഉണ്ടാക്കുക. നമ്മൾ മുമ്പേ കുഴച്ച മാവ് നമ്മൾ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ ആദ്യം സ്വിച്ച് ഓൺ ആക്കുക. എന്നിട്ട് ഇവിടെ 2 ലൈറ്റ് ഉണ്ട്, ഗ്രീന് റെഡ് 2 ലൈറ്റ് ഉണ്ട് നമ്മുടെ ഇതിനകത്ത്. അതിൽ ഗ്രീൻ നിന്ന് കഴിയുമ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളിത് ഹീറ്റ് ആയിട്ടുണ്ട്, ഓൾറെഡി ഗ്രീൻ നിന്നിട്ടുണ്ട്. എന്നിട്ട് എപ്പോഴും റൊട്ടി മേക്കറിൻ്റെ ഏകദേശം ഈ ഒരു ഭാഗമായിട്ടാണ് നമ്മളിത് വെക്കേണ്ടത് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ടുള്ളത്. ഇത് വെച്ചിട്ട് പ്രസ് ചെയ്യാം. ഒരു സൈഡ് ഒന്ന് മൂക്കണം, ഒരു സൈഡ് ഒന്ന് ബബിൾസ് പോലെ വരുന്ന സമയത്ത് നമ്മൾ തിരിച്ചിടണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെയും തിരിച്ചിടണം. നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് അടച്ചു കൊടുക്കുക. ആയിട്ടുള്ള ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത്ര ഫാസ്റ്റായിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് തിരിച്ചെടുത്തേക്കുക.